വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി അഫ്ഗാൻ വിദേശകാര്യമന്ത്രി മൗലവി അമീർ ഖാൻ. ഇന്ത്യ അഫ്ഗാൻ സഹകരണം ശക്തമാക്കുന്നതിനുള്ള ചർച്ചകളാണ് നടന്നതെന്നാണ് സൂചന. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവുമായി ഇന്ത്യ നടത്തുന്ന ആദ്യ മന്ത്രിതല സംഭാഷണമാണിത്. ദുബായിലും കാബൂളിലും ഉൾപ്പെടെ ഇന്ത്യൻ നയതന്ത്രജ്ഞർ മുമ്പ് താലിബാൻ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെങ്കിലും ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയുടെ തലത്തിലുള്ള ആദ്യ കൂടിക്കാഴ്ചയാണിത്. പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാനിലെ ഭീകര വ്യോമതാവളങ്ങൾ ആക്രമിച്ചതിന് പിന്നാലെയാണ് താലിബാനുമായി ചർച്ച നടത്തിയതെന്നത് ശ്രദ്ധേയമാണ്. പഹൽഗാം ഭീകരാക്രമണത്തെ താലിബാൻ അപലപിച്ചിരുന്നു. പാക് താലിബാൻ ഭിന്നത രൂക്ഷമാകുന്നതിനിടെയാണ് ഇന്ത്യ അഫ്ഗാനുമായി ചർച്ച നടത്തിയത്. അഫ്ഗാൻ വിദേശകാര്യമന്ത്രിയുമായി സംഭാഷണം നടത്തിയതായി എസ് ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തെ അഫ്ഗാനിസ്ഥാൻ അപലപിച്ചതിനെ അദ്ദേഹം അഭിനന്ദിച്ചു. അഫ്ഗാൻ ജനതയുമായുള്ള ഇന്ത്യയുടെ പരമ്പരാഗത സൗഹൃദത്തെ ഓർമ്മിപ്പിച്ച ഇന്ത്യ അവരുടെ വികസന ആവശ്യങ്ങൾക്കായുള്ള തുടർച്ചയായ പിന്തുണയും വാഗ്ദാനം ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള വഴികളും ചർച്ച ചെയ്തു. അഫ്ഗാനിസ്ഥാനിലുള്ളവർക്ക് കൂടുതൽ വിസകൾ ചികിത്സാ ആവശ്യങ്ങൾക്കായി നൽകുന്നതും ജയിലുകളിലുള്ളവരുടെ മോചനവും സംസാരിച്ചു. അഫ്ഗാനിസ്ഥാന്റെ വികസന ആവശ്യങ്ങൾക്കുള്ള ഇന്ത്യയുടെ പിന്തുണ തുടരുമെന്ന് എസ് ജയശങ്കർ ഉറപ്പു നൽകി. ജനുവരിയിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി മൗലവി അമീർ ഖാനുമായി ദുബായിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അഫ്ഗാൻ ജനതയ്ക്ക് മാനുഷികവും വികസനപരവുമായ സഹായം നൽകുന്നത് തുടരുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത വിദേശകാര്യ സെക്രട്ടറി ആവർത്തിച്ചു. Let me say a few things here. One, we actually got a lot of international support. Many ministers, many leaders called up PM, many ministers called me up. We had a Security Council resolution which very clearly said that the perpetrators of the attack should be held accountable. And on May 7th morning, we held them accountable through the action which was taken through Operation Sindoor. Now, having said that, I know, what you have spoken to me earlier, that many issues have been raised. I honestly don't see to me things are fairly clear. So let me take this opportunity to spell out our position. One, where Pakistan is concerned, our relations, our dealings with them will be bilateral and strictly bilateral. That is a national consensus for many years, and there is absolutely no change in that consensus that dealings with Pakistan will be bilateral.